നമസ്കാരം. എല്ലാവർക്കും ഫ്ലാഷ് ബാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ ജിം കോർബറ്റിൻ്റെ ഒരു വേട്ടക്കഥയുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഓരോ വീഡിയോയിലെയും കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങൾ തന്നെയാണ് എൻ്റെ ശക്തിയും. ഇനിയും അത് തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലേക്ക് കടക്കാം. 1929 ജനുവരി മാസം കുമാവു പ്രവിശ്യ ഹിമാലയൻ താഴ്വരകളിലെ ബിന്ദുഖേര എന്ന സ്ഥലത്ത് പലാശ് എന്നറിയപ്പെടുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ടെന്റുകൾ സ്ഥാപിച്ച് ക്യാമ്പ് ചെയ്യുകയാണ് കോർബറ്റും സംഘവും. അതിമനോഹരമായ ഓറഞ്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പലാശ് മരത്തിലെ പൂക്കൾ അതിന്റെ ഇലകളെ മറച്ചിരിക്കുന്നു. മലയാളത്തിൽ ചമത എന്നും പ്ലാഷ് എന്നും അറിയപ്പെടുന്ന ഇതിന്റെ പൂക്കൾ വളരെ മനോഹരമാണ് കാണാൻ. രക്തപുഷ്പം എന്നൊക്കെയാണ് മലയാളത്തിൽ ഈ പൂവിനെ അറിയപ്പെടുന്നത്. വെള്ള നിറമുള്ള ടെന്റിന് മുകളിലേക്ക് ചെറിയ കാറ്റിൽ പോലും പൊഴിഞ്ഞു വീഴുന്ന ഈ പൂക്കൾ ആ പ്രദേശത്തെ ആകെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ പൂക്കളിലെ തേൻ നുകരുന്നതിനായി വന്നിരിക്കുന്ന പല നിറത്തിലുള്ള ചെറിയ പക്ഷികൾ ആ വൃക്ഷത്തെ കൂടുതൽ മനോഹരവും അവിടുത്തെ അന്തരീക്ഷത്തിൽ സംഗീതവും പൊഴിക്കുന്നുണ്ട്. അതുകൂടാതെ ടെന്റിന്റെ പിന്നിലായി ദൂരെ കാണുന്ന മലനിരകൾ, ആ മലനിരകൾക്ക് മുകളിലായി വീണ് കിടക്കുന്ന മഞ്ഞ് ഈ കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ബിന്ദുഖേര ഇതൊരു ചെറിയ പ്രദേശമാണ്. 12 മൈൽ നീളവും ഏകദേശം 10 മൈലോളം വീതിയുമുള്ള പച്ചപ്പുല്ല് വിതച്ച അതിമനോഹരമായ ഒരു ഭൂവിഭാഗമാണ് ബിന്ദുഖേര. വിനോദത്തിനായി വേട്ട നടത്തുന്ന കോർബറ്റിന്റെ ഒപ്പം ഉള്ളത് വളരെ വലിയ ഒരു സംഘം തന്നെയാണ്. മാത്രമല്ല, സാധനങ്ങൾ ചുമക്കുന്നതിനും സവാരി നടത്തുന്നതിനുമൊക്കെയായി 5ഓളം ആനകളും അവർക്കൊപ്പമുണ്ട്. ഏതായാലും രാവിലെ തന്നെ കോർബറ്റും സംഘവും പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. സർ ഹെൻറി റാംസെ കുമാവു പ്രവിശ്യയുടെ തലവനായിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശം ഗോതമ്പ് കൃഷിയാൽ വളരെ സമൃദ്ധമായിരുന്നു. കോർബറ്റ് ഈ പ്രദേശത്തെത്തുന്ന സമയത്ത് അവിടെ ദൂരെയായി 3 ചെറിയ ഗ്രാമങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഈ പ്രദേശത്തുണ്ടായിരുന്ന കൃഷിയൊക്കെ ഏകദേശം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികൾ അവരുടെ ഗ്രാമത്തിനോട് ചേർന്ന് വളരെ ചെറിയ പ്രദേശത്താണ് ഇപ്പോൾ കൃഷികൾ നടത്തി വരുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ ഗ്രാമപ്രദേശത്ത് കൂടി ഒഴുകി വരുന്ന ഒരു ചെറിയ കാട്ടരുവിയാണ്. അവിടെ ചില പ്രദേശങ്ങളിൽ കൃഷിക്ക് മുന്നോടിയായി ഉണങ്ങിയ പുല്ല് തീ വെച്ച് കരിച്ചിട്ടിരിക്കുന്നത് അവർക്ക് കാണാം. വളരെ വിശാലമായ പുല്ലുകൾ നിറഞ്ഞ നിരന്ന പ്രദേശമായതുകൊണ്ട് തന്നെ 5 ആനകളും ഒരുമിച്ച് ഒരേ നിരയിലാണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5 ആനകളിൽ ഏറ്റവും നടുക്കത്തെ ആനയുടെ മുകളിലാണ് നമ്മുടെ കോർബറ്റ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള 4 ആനകളുടെയും മുകളിലും മറ്റു വേട്ടക്കാർ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. ഇതിൽ വലതുവശത്തുള്ള ആനയും വേട്ടക്കാരനും വേഗത അല്പം കൂട്ടി 50 മീറ്റർ മുന്നിലായി നടക്കാൻ തുടങ്ങി. ഏതെങ്കിലും പക്ഷിയോ മൃഗമോ മുന്നിൽ കണ്ടാൽ വളരെ വേഗത്തിൽ ആദ്യം തന്നെ വേട്ടയാടാമല്ലോ എന്ന ചിന്തയാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്. രാവിലത്തെ ഇളം വെയിലിൽ വീശിയടിക്കുന്ന നനഞ്ഞ കാറ്റിൽ വരുന്ന ആ കാടിന്റെ മണം ശരിക്കും കോർബറ്റിനെ ഉന്മാദവാനാക്കിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് ഒരു ലഹരി തന്നെയാണ്. ചുറ്റും ശബ്ദമിട്ട് പറക്കുന്ന പക്ഷികൾ പോലും ആ ലഹരിയിലായിരിക്കാമെന്ന് അദ്ദേഹം കരുതി. ഒരു വേട്ടക്കാരൻ ഓരോ ദിവസത്തിന്റെയും തുടക്കം വളരെ അശ്രദ്ധമായിട്ടായിരിക്കും തുടങ്ങുക. അത് മനസ്സിലാക്കാതെ പെരുമാറുന്ന വേട്ടക്കാരുടെ തോക്കിന്റെ തിരകൾ വളരെ പെട്ടെന്ന് കാലിയാകും. കാരണം അതിരാവിലെയുള്ള കാടിന്റെ മനം മയക്കുന്ന ഗന്ധം അവരെ അലക്ഷ്യരാക്കും. അതുകൊണ്ട് തന്നെ ഇതറിയാവുന്ന കോർബറ്റ് പലപ്പോഴും വേട്ടയാടുന്നതിൽ നിന്നും തുടക്കത്തിൽ പിന്നോട്ട് പോയിരുന്നു. സമയം കടന്നുപോയി. അന്ന് കോർബറ്റിനും സംഘത്തിനും ഒരു നല്ല ദിവസം തന്നെയായിരുന്നു. രാവിലത്തെ ആലസ്യത്തിൽ നിന്നും പുറത്തു വന്ന കോർബറ്റും സംഘവും വളരെ മികച്ച വേട്ട തന്നെയാണ് അന്ന് നടത്തിയത്. ഉച്ചയോട് അടുക്കുന്നതിന് മുൻപ് തന്നെ 5 മയിലുകളും 3 കാട്ടുകോഴികളും മറ്റു ചില പക്ഷികളെയും കൂടി വേട്ട നടത്താൻ അവർക്ക് സാധിച്ചു. കൂടാതെ 3 കാട്ടുമുയലുകളെയും അവർക്ക് വേട്ടയാടാൻ സാധിച്ചു. ഒരു കലമാൻ അവർക്ക് മുന്നിൽ വന്ന് പെട്ടുവെങ്കിലും തോക്കെടുത്ത് ഉന്നം പിടിക്കുന്നതിന് മുൻപ് തന്നെ അത് കാട്ടിലേക്ക് ഓടിമറയുകയും ചെയ്തു. ഈ പ്രദേശത്ത് മയിലുകൾ, കാട്ടുകോഴികൾ, മുയലുകൾ ഒക്കെ ധാരാളമായി കാണപ്പെടുന്നതാണ്. അതിന്റെ പ്രധാന കാരണം അവയെ വേട്ടയാടുന്ന മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഒളിച്ചിരിക്കാൻ പാകത്തിന് പ്രകൃതിദത്തമായ ചെറിയ ചെറിയ കനാലുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ആനകളെ നിരയായി കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ കോർബറ്റ് ദിശ മാറ്റി സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആദ്യമായിട്ട് ആനയുടെ പുറത്തിരുന്നു കൊണ്ട് വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വേട്ടകളിൽ ഒരു പരിചയസമ്പത്തും ഇല്ലാത്ത അയാൾ എന്തെങ്കിലും അബദ്ധം കാണിച്ച് അപകടം വിളിച്ചു വരുത്തുമെന്ന് കരുതിയിട്ട് കൂടിയാണ് കോർബറ്റ് വഴി മാറി സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നത്. കോർബറ്റിന്റെ നിർദ്ദേശാനുസരണം അവർ യാത്ര കിഴക്ക് ദിശയിലേക്ക് മാറ്റി. മാത്രമല്ല, ഇത്തവണ ഒന്നിനു പുറകെ ഒന്നായി വരിയായിട്ടാണ് യാത്ര ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചത്. അല്പദൂരം സഞ്ചരിച്ചതിന് ശേഷം അവർ വടക്ക് ദിശയിലേക്ക് തിരിയുന്നു. അങ്ങനെ അവർ വീണ്ടും വേട്ടകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് യാത്ര തുടരുകയാണ്. ഈ വേട്ടയിൽ 50-ലധികം പക്ഷികളെയും കൂടാതെ ഒരു പുള്ളിപ്പുലിയെയും വേട്ടയാടാൻ അവർക്ക് സാധിച്ചു. യാത്രയുടെ ദിശ വീണ്ടും മാറ്റാൻ കോർബറ്റ് തീരുമാനിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന 3 ഗ്രാമങ്ങളിലെയും ജലസ്രോതസ് കൂടിയായ കാട്ടരുവി മറികടന്ന് കോർബറ്റും സംഘവും വേട്ട പുരോഗമിപ്പിച്ചു. ഒരു വലിയ കലമാൻ കൂടി അവരുടെ ഇരയായി മാറി. കൂടാതെ കൂടുതൽ പക്ഷികളും
അവരുടെ ഇരകളായി മാറിക്കൊണ്ടിരുന്നു. കാട്ടുപന്നികളെയും ഇതേ ഭാഗത്ത് തന്നെ കറങ്ങി നടന്ന മറ്റൊരു പുലിയെയും വേട്ടയാടാൻ കോർബറ്റിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇതേ സമയം ഒരാളെ സഹായിയായി കോർബറ്റ് തന്റെ ആനയുടെ മുകളിൽ തന്നെ പിന്നിലായി ഇരുത്തിയിരുന്നു. തോക്ക് സുരക്ഷിതമായി വെക്കുക, കൃത്യമായി തിരനിറയ്ക്കുക, ഇത് മാത്രമായിരുന്നു അയാളുടെ പ്രധാന ജോലി. അങ്ങനെ അവർ മറികടന്ന കാട്ടരുവിയുടെ വശത്തുകൂടി 3 മൈലുകൾ കൂടി അവർ മുന്നോട്ട് പോയി. ആവേശത്തോടെ കോർബറ്റ് വേട്ടയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കോർബറ്റിന്റെ പിന്നിലുണ്ടായിരുന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അബദ്ധത്തിൽ പൊട്ടിയത്. ഇത് ശരിക്കും കോർബറ്റിനെ ഞെട്ടിച്ചു. അദ്ദേഹത്തിന്റെ ഇടത് ചെവിയുടെ അരികിൽ വെച്ചാണ് ഈ തോക്ക് പൊട്ടുന്നത്. ബുള്ളറ്റ് ആകാശത്തോട്ട് തെറിച്ചുവെങ്കിലും ഹൈ വെലോസിറ്റി പവറുള്ള ആ റൈഫിൾ പൊട്ടിയ ശബ്ദം കോർബറ്റിന്റെ ഇടത് ചെവിയുടെ കർണപടം തകർത്തിരുന്നു. കുറച്ചു മിനിറ്റുകൾ ചെറിയ ഒരു ബീപ്പ് സൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അല്പം കഴിഞ്ഞപ്പോൾ അത് കഠിനമായ വേദനയിലേക്ക് മാറി. അങ്ങനെ വളരെ ആവേശപരമായ ഒരു വേട്ട ഒരു ദുരന്തത്തിൽ അവസാനിച്ചിരിക്കുന്നു. മറ്റു വഴികളില്ലാതെ കോർബറ്റിന് തിരികെ പോകാനുള്ള തീരുമാനമെടുക്കേണ്ടി വന്നു. ചെവി ചികിത്സിച്ചില്ല എങ്കിൽ എന്നേക്കുമായി ഇടത് ചെവിയുടെ കേൾവിശക്തി നഷ്ടമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം തന്റെ താമസ സ്ഥലമായ കാലാഡുങ്കിയിലേക്ക് ചില സഹായികൾക്കൊപ്പം കാൽനടയായി കോർബറ്റ് യാത്രയാകുന്നു. 24 മൈലുകൾ നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അത്. ഒടുവിൽ അവർ കാലാഡുങ്കിയിൽ എത്തിച്ചേരുന്നു. കാലാഡുങ്കിയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെയുണ്ടായിരുന്ന ഒരു യുവാവായ ഡോക്ടറെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. ഈ അടുത്ത കാലത്ത് MBBS പൂർത്തിയാക്കിയതാണ് ആ യുവാവ്. അദ്ദേഹമല്ലാതെ മറ്റൊരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരുപാട് ദൂരം അവിടെ നിന്നും യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കോർബറ്റ് അദ്ദേഹത്തെ ആശ്രയിച്ചതും. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് പൂർണ്ണമായും ഇടതുവശത്തെ ചെവിയുടെ കർണപടം തകർന്നിരിക്കുന്നു എന്നാണ്. അവിടെ കൂടുതൽ ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സയ്ക്കായി നൈനിതാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന റാംസെ എന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹം തന്റെ ചികിത്സ നടത്തി. അന്നത്തെ പ്രശസ്തനായ ഒരു സർജനായിരുന്ന കേണലായിരുന്നു അദ്ദേഹത്തെ ചികിത്സിച്ചത്. വേദനയ്ക്ക് ഒരുവിധം ശമനമായി തുടങ്ങി. അവിടെ കോർബറ്റിനെ സഹായിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു. ചികിത്സ 1 മാസം വരെ നീണ്ടുനിന്നു. കോർബറ്റിന് ഈ നഗരപ്രദേശവും ഹോസ്പിറ്റലും ഒന്നും അത്ര സന്തോഷം നൽകുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം മനസ്സുകൊണ്ട് വനത്തിലേക്കും തന്റെ വേട്ടകളിലേക്കും യാത്രകളിലേക്കും ഒക്കെ തിരികെ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇത് അദ്ദേഹം തന്നെ സഹോദരിമാരോട് പറയുകയും ചെയ്തു. 2 സഹോദരിമാരും ഈ തീരുമാനത്തിന് എതിരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റുമായിരുന്നില്ല. കോർബറ്റിന് തന്റെ വേദന പൂർണ്ണമായും ഇല്ലാതാകണം എങ്കിൽ തിരികെ പോയേ പറ്റുമായിരുന്നുള്ളൂ. ഒടുവിൽ കോർബറ്റ് തിരികെ പോകാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഇടത്തെ ചെവിക്ക് പറ്റിയ പരിക്കിന്റെ കഥ പറയാതെ നമുക്ക് ഈ സംഭവത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ചത്. 1929 അൽമോഡ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ബിൽ ബെൻസും നൈനിതാൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന വിവിയൻ ജോയും അവരുടെ പ്രദേശങ്ങളിൽ ഭീതി വിതച്ചിരുന്ന നരഭോജികളായ 2 കടുവകളുടെ ആക്രമണത്തെപ്പറ്റി വളരെ ആശങ്കാകുലരായിരുന്നു. ബിൽ ബെൻസ് തല്ലാദേശ് നരഭോജി കടുവയുടെ ആക്രമണങ്ങളാൽ ആശങ്ക അറിയിച്ചപ്പോൾ തന്നെയാണ് വിവിയൻ ജോ ചോഗഡിലെ നരഭോജി കടുവ നടത്തിവന്ന ആക്രമണങ്ങളെക്കുറിച്ച് കോർബറ്റിനെ അറിയിക്കുന്നത്. കോർബറ്റ് വിവിയൻ ജോ അറിയിച്ച ചോഗഡിലെ നരഭോജി കടുവയെ കീഴടക്കാൻ ആദ്യം സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഫെബ്രുവരി മാസത്തെ തണുത്ത കാലാവസ്ഥയിൽ ഈ കടുവയുടെ ആക്രമണങ്ങൾക്ക് വളരെ ശമനമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവിയൻ ജോയുടെ അനുമതിയോടുകൂടി തന്നെ തല്ലാദേശിലെ നരഭോജി കടുവയെ വേട്ടയാടാൻ തീരുമാനിക്കുന്നു. ഈ കടുവയുടെ പിന്നാലെ അതിനെ വേട്ടയാടുന്നതിനായി ഇറങ്ങിത്തിരിച്ചാൽ തന്റെ വേദനകൾക്ക് ശമനമുണ്ടാകുമെന്ന് കോർബറ്റിന് ഉറപ്പുണ്ടായിരുന്നു. തന്റെ ചെവിക്ക് പറ്റിയ പരിക്കുമായി തന്റെ ശരീരം ഇഴകിച്ചേരാനുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തല്ലാദേശിലേക്ക് യാത്രയാകാൻ തീരുമാനിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷം ഏപ്രിൽ 4-ാം തീയതി 6 പേരുടെ സംഘത്തിനൊപ്പം തല്ലാദേശിലേക്ക് യാത്ര തിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള 6 പേരിൽ 2 പേരെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാം. അതിൽ ഒരാൾ മാധവ് സിംഗും മറ്റൊരാൾ റാം സിംഗും ആയിരുന്നു. ബാക്കിയുള്ള 4 പേരും അവരുടെ പരിചയക്കാരുമായിരുന്നു. അതിൽ ഗംഗാറാം എന്നയാൾ കോർബറ്റിനൊപ്പം പോകാൻ വളരെ ഉത്സാഹം കാണിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അയാൾക്ക് വേട്ടകളിൽ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും നല്ലൊരു സഹായിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. 14 മൈലുകൾ കാൽനടയായി പോയതിനു ശേഷമാണ് അവർ കാഠ്ഗോദാമിൽ എത്തിച്ചേരുന്നത്. അവിടെ നിന്നും ട്രെയിനിൽ യാത്ര തുടരുന്നു. പിറ്റേ ദിവസം പുലർച്ചോടെയാണ് അവർക്ക് ടണൽപൂരിൽ എത്തിച്ചേരാൻ സാധിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണറായ വിവിയൻ ജോ തല്ലാദേശിലുള്ള 2 പേരെ നേരത്തെ തന്നെ അയച്ചിരുന്നു. അവർ വളരെ ബഹുമാനപൂർവ്വമാണ് കോർബറ്റിനെ സ്വീകരിച്ചതും. പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ കാലാഡുങ്കയിലേക്ക് യാത്ര തിരിക്കുന്നു. 24 മൈൽ കാൽനടയായിട്ട് വേണം അവർക്ക് കാലാഡുങ്കയിൽ എത്തിച്ചേരാൻ. യാത്ര തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തല്ലാദേശിൽ നിന്നും വന്ന ഒരു യുവാവ് ആ വാർത്ത കോർബറ്റിനെ അറിയിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കൂടി ആ നരഭോജി കടുവ തന്റെ ഇരയാക്കിയിരിക്കുന്നു. വളരെ ദുഃഖത്തോടെയും ഭയത്തോടെയുമാണ് യുവാക്കൾ ആ സംഭവത്തെപ്പറ്റി പറഞ്ഞത്. കോർബറ്റ് നടത്തത്തിന്റെ വേഗത കൂട്ടി. ആദ്യ ദിവസം വനത്തിലൂടെയുള്ള യാത്രയിൽ അവർക്ക് പൂർത്തിയാക്കാനായത് 16 മൈലുകൾ ദൂരമാണ്. അവർ അന്നേ ദിവസം വൈകിട്ട് എത്തിച്ചേർന്നത് പൂർണ്ണഗിരി പർവ്വതത്തിന്റെ താഴ്വരകളിലേക്കാണ്. അവിടെ നിന്നും രണ്ടായി തിരിയുന്ന വഴികളിൽ ഒന്ന് കാലാഡുങ്കയിലേക്കുള്ളതാണ്. വലത്തേക്ക് തിരിയുന്ന രണ്ടാമത്തെ വഴി പോകുന്നത് പർവ്വതത്തിന്റെ മുകളിലേക്കാണ്. കുത്തനെയുള്ള ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് പൂർണ്ണഗിരി എന്നറിയപ്പെടുന്ന ഒരു ദേവീ ക്ഷേത്രത്തിലേക്കുമാണ്. എന്തായാലും നേരം ഇരുട്ടി വന്നതോടെ സുരക്ഷിതമായ ഒരിടം കണ്ടുപിടിച്ച് ക്യാമ്പ് ചെയ്യാൻ കോർബറ്റ് തീരുമാനിക്കുന്നു. 1 മണിക്കൂറിലധികം തിരഞ്ഞതിന് ശേഷം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സുരക്ഷ നൽകുന്ന ഒരിടം അവർ കണ്ടെത്തി. കുത്തനെയുള്ള ഒരു മലയുടെ ചരുവിലാണ് അവർ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അവിടേക്ക് വന്യമൃഗങ്ങൾക്ക് കയറി വരാനോ മുകളിൽ നിന്ന് ഇറങ്ങി വരാനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് കോർബറ്റ് അത് സുരക്ഷിത സ്ഥാനമായി കരുതി ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് കുളിക്കാനും മറ്റുമായി അതിനരികിൽ തന്നെ ഒരു അരുവിയും ഉണ്ടായിരുന്നു. ഏതായാലും ടെന്റുകൾ സ്ഥാപിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ട് കോർബറ്റ് വിശ്രമിക്കാൻ തീരുമാനിക്കുന്നു. ടണക്പൂരിൽ നിന്നും രാവിലെ തുടങ്ങിയ യാത്രയായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ക്ഷീണിതരായിരുന്നു. ഈ ക്ഷീണം പക്ഷേ കോർബറ്റിന് വളരെയധികം ആസ്വാദ്യകരമായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കോർബറ്റ് വനയാത്രകൾക്കായി തിരികെ വന്നിരിക്കുന്നത്. പകൽ രാത്രിക്ക് കീഴടങ്ങി. കൂരിരുട്ടിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ നൽകുന്ന ചെറിയ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ അവർക്ക് കൂട്ടായിട്ടുള്ളത്. കോർബറ്റ് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിലെ നദിക്കപ്പുറമായി ഒരു കാഴ്ച അദ്ദേഹം കാണുന്നത്. കുറച്ചകലെയായി കാണുന്ന വനത്തിനുള്ളിൽ നിന്നും 3 തീപ്പന്തം പോലെയുള്ള വെളിച്ചങ്ങളായിരുന്നു അദ്ദേഹം കണ്ടത്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുമുണ്ട്. തീപ്പന്തങ്ങളുമായി ആരൊക്കെയോ എന്തോ തിരയുന്നത് പോലെയാണ് കോർബറ്റിന് തോന്നിയത്. അദ്ദേഹം ഈ വെളിച്ചം നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചുനേരം ഇരുന്നു. അതിൽ 3ാമത്തെ വെളിച്ചം പതിയെ താഴേക്ക് നീങ്ങി രണ്ടാമത്തെ വെളിച്ചവുമായി ഒന്നിച്ചു. ഇതോടെ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അവ തീപ്പന്തങ്ങളായിരുന്നില്ല. കാരണം വെളിച്ചം മങ്ങുകയോ തിളങ്ങുകയോ ചെയ്യുന്നില്ല. 3 വെളിച്ചവും ഒരേപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതേ വനപ്രദേശത്തിന്റെ ഇടതുവശത്ത് നിന്നും കൂടുതൽ വെളിച്ചങ്ങൾ അവിടേക്ക് നീങ്ങുന്നത് അദ്ദേഹം കണ്ടു. ഇത് കണ്ടതോടെ കോർബറ്റ് ഒരു നിഗമനത്തിലെത്തി. അവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും പ്രദേശവാസിയായ വേട്ടക്കാരൻ അവിടെ വേട്ടയ്ക്ക് വന്നിരിക്കാം. അയാൾ ഒരു പക്ഷേ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു അവിടെ നഷ്ടപ്പെടുത്തിയിരിക്കാം. അത് തേടി കണ്ടുപിടിക്കുന്നതിനാണ് റാന്തൽ വിളക്കുകളുമായി ഒരു കൂട്ടം സംഘം അവിടെ ചുറ്റിത്തിരിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കോർബറ്റ് എഴുതിയിരിക്കുന്നത് സാമാന്യ മനസ്സിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. കോർബറ്റിന്റെ എഴുത്തുകളിൽ പലയിടത്തും അന്ധവിശ്വാസങ്ങളും മറ്റും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാണിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇതും. അദ്ദേഹം വെളിച്ചം കണ്ട ആ മേഖലയിൽ ഇങ്ങനെയുള്ള വിചിത്രമായ പല സംഭവങ്ങളും നടക്കാറുണ്ടെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ട പ്രകാശം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരും വീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അവരും അതെന്താണെന്ന് ചിന്തിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. കുറ്റാക്കൂരിരുട്ടിൽ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒഴുകുന്ന നദിയിൽ അപ്പോൾ ഓളങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇതേ സമയം തന്നെ കോർബറ്റ് തൻ്റെ ഒപ്പമുള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ വെളിച്ചം കണ്ട ദിശയിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അവർക്ക് ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു മറുപടി. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് സമയം കളയാൻ പിന്നീട് കോർബറ്റ് തയ്യാറായില്ല. എല്ലാവരും ക്ഷീണിതരായിരുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ ഉറക്കം കീഴടക്കി. ക്ഷീണിതരായി ഉറങ്ങിയെങ്കിലും പാതിരാത്രിയിൽ അവർ വെളിച്ചം കണ്ട അതേ ദിക്കിൽ നിന്നും ഒരു മാനിന്റെ നിലവിളിക്കുന്നത് പോലെയുള്ള ശബ്ദവും അതിന് പിന്നാലെ ഒരു പുലിയുടെ ശബ്ദവും അവരുടെ കാതുകളിൽ പതിച്ചു. അടുത്ത ദിവസം അവർക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ യാത്ര തുടരേണ്ടതുണ്ടെന്ന് കോർബറ്റ് അവരോട് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യന്റെ വെളിച്ചം വളരെ ചെറിയ രീതിയിൽ ആകാശത്ത് പടരുമ്പോൾ തന്നെ അവർ യാത്ര തുടരുന്നതിനായി തയ്യാറായി. രാവിലെ അവർ തന്നെ തയ്യാറാക്കിയ ഓരോ കപ്പ് ചായയും കുടിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. പതിയെ പകൽ വെളിച്ചം വീണ് കഴിഞ്ഞപ്പോൾ അങ്ങകലെ രാത്രി വെളിച്ചം കണ്ട അതേ വനപ്രദേശത്തേക്ക് കോർബറ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അധികം മരങ്ങളില്ലാത്ത പാറകളാൽ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. അവിടെ മനുഷ്യരുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചതുമില്ല. മാത്രമല്ല, അദ്ദേഹം ഈ വെളിച്ചം കണ്ട സ്ഥലത്ത് 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു വലിയ പാറയുടെ വശമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ മുകളിൽ നിന്ന് കയറിൽ കെട്ടിത്തൂക്കി ഇടേണ്ടി വരും. ഈ കാഴ്ച അദ്ദേഹത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. വെളിച്ചം എന്താണെന്നറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ കീഴടക്കി. ഇതിനെപ്പറ്റി പൂർണ്ണമായും വിവരിച്ചതിന് ശേഷമാണ് കോർബറ്റ് ഈ കഥയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കും ഈ പ്രകാശത്തിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഈ സംഭവം നടന്ന 9 ദിവസങ്ങൾക്ക് ശേഷം കാലാഡുങ്കയിൽ അദ്ദേഹം താമസിക്കാനിടയായി.
അവിടെയുള്ള ഒരു പുരാതന ബംഗ്ലാവിലാണ് അദ്ദേഹം താമസിച്ചത്. ഈ ബംഗ്ലാവിന്റെ വശങ്ങളിലായുള്ള വനപ്രദേശം വന്യജീവികളാൽ സമൃദ്ധമായിരുന്നു. കാട്ടുകോഴികളും പന്നികളും ആടുകളും മയിലുകളും ഒക്കെയുള്ള ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ പുലികളും ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. ബംഗ്ലാവിന്റെ മുന്നിലൂടെയാണ് ജലസമൃദ്ധമായ ശാരദാ നദി ഒഴുകുന്നത്. ശാരദാ നദി ഇന്നത്തെ പോലെ തന്നെ അന്നും മത്സ്യസമ്പത്ത് കൊണ്ട് സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനെത്തുന്ന ഗ്രാമവാസികളെ അവിടെ എപ്പോഴും കാണാനും സാധിക്കും. അവിടെ നിന്നും അടുത്ത ദിവസം യാത്ര തിരിച്ച കോർബറ്റ് കൂടെ ഉണ്ടായിരുന്ന ഗംഗാറാമിനെ പൂർണ്ണഗിരി ക്ഷേത്രം വഴി ടണക്പൂരിലേക്ക് യാത്ര ചെയ്തു വരാൻ നിർദ്ദേശിച്ചു. ഈ വഴി പോയാൽ 10 മൈലുകൾ ഗംഗാറാമിന് കൂടുതലായി നടക്കേണ്ടി വരും. പൂർണ്ണഗിരി ക്ഷേത്രത്തിലെ പൂജാരിയെ കണ്ട് തങ്ങൾ അന്നേ ദിവസം രാത്രിയിൽ കണ്ട ആ വെളിച്ചത്തിന്റെ പിന്നിലെ കാരണം തേടുക എന്നതാണ് ഗംഗാറാമിന് കോർബറ്റ് നൽകിയ ജോലി. ദിവസങ്ങൾക്ക് ശേഷം ടണക്പൂരിൽ വെച്ചാണ് ഗംഗാറാം കോർബറ്റിന് പൂർണ്ണഗിരി ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ കൈമാറാൻ സാധിച്ചത്. പൂർണ്ണഗിരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു അവിടുത്തെ പ്രധാന പൂജാരിക്ക് പറയാനുണ്ടായിരുന്നത്. 10,000-ലധികം തീർത്ഥാടകർ വർഷാവർഷം ദർശനം നടത്തുന്ന ദേവീ സങ്കല്പമുള്ള ഒരു ക്ഷേത്രമാണ് ഈ പൂർണ്ണഗിരി ക്ഷേത്രം. ഇവിടേക്ക് 2 വഴികളാണ് പ്രധാനമായും ഉള്ളത്. ബാരംദേവ് എന്ന പ്രദേശത്ത് കൂടിയും കാലാഡുങ്ക വഴിയും ഈ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ സാധിക്കും. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലായി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാന ക്ഷേത്രം മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെയായി അധികം പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. മലമുകളിലുള്ള ക്ഷേത്രം വളരെ ചരിഞ്ഞ് തലകുത്തായി നിൽക്കുന്ന ഒരു മലയുടെ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് വൃദ്ധർക്കും കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിൽ അംഗവൈകല്യമുള്ളവർക്കും ചെന്നെത്താൻ 1-ലധികം പേരുടെ സഹായം വേണ്ടിവരും. മാത്രമല്ല അവിടേക്ക് കടന്നു ചെല്ലാൻ ഒരുവിധം ധൈര്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ. ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ മുകളിൽ ക്ഷേത്രത്തിലെത്താൻ സാധിക്കൂ എന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നു. മുകളിലെത്താൻ സാധിക്കാത്തവർ താഴെയുള്ള ചെറിയ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേർച്ചകൾ അർപ്പിച്ച് തിരികെ പോവുകയാണ് പതിവ്. മുകളിലെ പ്രധാന ക്ഷേത്രത്തിൽ സൂര്യോദയം മുതൽ ഉച്ചവരെ പ്രധാന പൂജ നടക്കും. ഈ സമയത്തിനിടയ്ക്ക് താഴെയുള്ള ചെറിയ ക്ഷേത്രം മറികടന്നു പോകാൻ ആർക്കും അനുമതിയില്ല. അത് ദേവീ കോപത്തിനിടയാകും എന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ഒരു സന്യാസി ഈ പൂജയിൽ പങ്കെടുക്കുന്നതിനായി പൂജാ സമയത്ത് താഴെയുള്ള ക്ഷേത്രം മറികടന്ന് പ്രധാന ക്ഷേത്രത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതോടെ കോപത്തിലായ ദേവി സന്യാസിയെ നദിയുടെ അക്കരെയുള്ള വനപ്രദേശത്തേക്ക് തട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. മാത്രമല്ല പൂർണ്ണഗിരി ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും കടക്കരുത് എന്ന നിർദ്ദേശവും ഈ സന്യാസിക്ക് ദേവി നൽകി. അന്നു മുതൽ നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നിന്നും 2000 ഫീറ്റ് താഴെയുള്ള വനമേഖലയിൽ ദീപം കൊളുത്തിയാണ് ഈ സന്യാസി ഈ ദേവിയെ പൂജിക്കാറുള്ളതെന്ന് പറയപ്പെടുന്നു. ഈ സന്യാസി കൊളുത്തുന്ന ദീപം വളരെ പ്രാധാന്യമുള്ള ദേവിയുടെ ആശീർവാദമുള്ള മനുഷ്യർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ എന്നും അവിടുത്തെ പൂജാരി ഗംഗാറാം വഴി കോർബറ്റിനെ അറിയിക്കുന്നു. ഈ ക്ഷേത്രം നിലനിൽക്കുന്ന പർവ്വതത്തിന്റെ ഭാഗമായ മനുഷ്യരുടെ നിലനിൽപ്പിനായി പോരാടുന്നവരായതുകൊണ്ടാണ് തനിക്കും തന്റെ കൂടെയുള്ളവർക്കും ഈ ദീപം കാണാൻ സാധിച്ചതെന്ന് കോർബറ്റ് കരുതി. വേറെയും ചില വിശ്വാസങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടെങ്കിലും അതൊക്കെയും പല പല അന്ധവിശ്വാസങ്ങളുടെയും പകർത്തെഴുത്തുകളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ജിം കോർബറ്റിന്റെ എഴുത്തുകളിൽ പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ കഥയുടെ മുന്നോട്ടുള്ള പോക്കിന് വർണ്ണം പകരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഏതായാലും നമുക്ക് വീണ്ടും പ്രധാന കഥയിലേക്ക് തിരികെ വരാം. അവർ തല്ലാദേശിലേക്കുള്ള യാത്ര തുടരുകയാണ്. 6 മണിക്കൂർ അവർ എവിടെയും നിൽക്കാതെ ശാരദാ നദിയുടെ ഓരത്തിലൂടെ യാത്ര തുടർന്നു. പലപ്പോഴും ആ നദിയുടെ കരയിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഭൂപ്രദേശം വന്നപ്പോൾ അവർക്ക് ഉൾവനത്തിലൂടെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ടിയും വന്നു. ഈ യാത്ര കാലാടുങ്കയും പിന്നിട്ട് ചൂക്ക എന്ന പ്രദേശത്തെ മലകളുടെ അടിവാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ടുമുട്ടിയവർ അവർക്ക് ചില മുന്നറിയിപ്പുകൾ നൽകി. മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ഗ്രാമം ഉണ്ടെന്നും അവിടെ തങ്ങാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് എന്നുമായിരുന്നു അതിലെ ഒരു മുന്നറിയിപ്പ്. കാരണം ഈ ഗ്രാമം തല്ലാദേശിലെ നരഭോജിയുടെ സ്ഥിരം സന്ദർശന സ്ഥലമാണ് എന്നതായിരുന്നു. ഈ അടിവാരം കഴിഞ്ഞതിന് ശേഷം കാണുന്ന മല മറികടന്നാൽ കോർബറ്റിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യസ്ഥാനം എത്തും. അതായത് തല്ലാദേശിലെ നരഭോജിയുടെ വിഹാര കേന്ദ്രത്തിൽ അവർ എത്തിച്ചേരും. ഈ മലയടിവാരത്തിൽ തന്നെ അവർ തമ്പടിച്ച് 2 മണിക്കൂറുകളിലധികം വിശ്രമിച്ചു. കാരണം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അത് അവർക്ക് നന്നായി തന്നെ അറിയാം. ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് അവരുടെ മുന്നിലുള്ള 4000 അടി ഉയരമുള്ള മല കയറാൻ തുടങ്ങി. അവർ ഏതാണ്ട് ഉച്ച സമയത്താണ് ഈ മല കയറാൻ തുടങ്ങിയത്. ഏപ്രിൽ മാസമാണ്, നല്ല ചൂടുള്ള സമയം. സൂര്യന്റെ കിരണങ്ങൾ അവർക്ക് അസഹനീയമായി തുടങ്ങി. കോർബറ്റ് നടത്തിയ യാത്രകളിൽ ഏറ്റവും ദുർഘടമായ യാത്രകളിൽ ഒന്നായിരുന്നു ഈ മലകയറ്റം. പലപ്പോഴും അവർ നിന്നും ഇരുന്നും വിശ്രമിച്ചുമൊക്കെയാണ് പതുക്കെ മുകളിലേക്ക് നീങ്ങിയത്. ശാരീരികമായി കൂടുതൽ ക്ഷമതയുള്ള ഗംഗാറാം പോലും വളരെ പിന്നിലാണെന്നത് കോർബറ്റ് മനസ്സിലാക്കി. ഏതായാലും വൈകുന്നേരം സൂര്യാസ്തമനത്തോടെ വളരെ കഷ്ടപ്പെട്ട് അവർ
എല്ലാവരും മലയുടെ മുകളിലെത്തി. മലമുകളിൽ നിന്ന് കുറച്ച് ദൂരെയായി, അതായത് 1000 അടി താഴെയായി അവർക്കൊരു ഗ്രാമം കാണാൻ സാധിച്ചു. ചുക്ക ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു കാരണവശാലും തങ്ങാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിയ അതേ ഗ്രാമമാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ കാണുന്നത്. പക്ഷേ അവിടെ നരഭോജിയുടെ ആക്രമണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ കോർബറ്റ് തയ്യാറായില്ല. അവിടേക്ക് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. കാരണം മല കയറി വന്ന എല്ലാവരും ക്ഷീണിതരാണ്. മാത്രമല്ല, നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ട് യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഗ്രാമത്തിൽ തങ്ങുന്നതാണെന്ന് കോർബറ്റ് കരുതി. അങ്ങനെ അവർ ആ ഗ്രാമത്തിലേക്ക് പതുക്കെ നീങ്ങി. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഗ്രാമത്തിന് പുറത്ത് അവർക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. ഗ്രാമത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ 2 കുടിലുകളിൽ നിന്നും 2 കുടുംബങ്ങൾ പുറത്തേക്ക് വന്നു. അവർ വളരെ സന്തോഷത്തോടെയാണ് കോർബറ്റിനെയും സംഘത്തെയും അവിടേക്ക് സ്വീകരിച്ചത്. അല്പനേരം വിശ്രമിച്ചതിന് ശേഷം അവർ സ്വയം ആഹാരം പാകം ചെയ്യാൻ തയ്യാറായി. അപ്പോഴേക്കും ഈ ഗ്രാമത്തിലെ തലവൻ എന്ന് കരുതുന്ന ഒരാൾ അവർക്കിടയിലേക്ക് വന്ന് അവർക്ക് അന്നേ ദിവസം രാത്രി തങ്ങാനുള്ള വീട് കാട്ടിക്കൊടുത്തു. ഒരു ഇടത്തരം വീടാണ്, എങ്കിലും കൂടെയുള്ളവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ അത് മതിയാകുമെന്ന് കോർബറ്റ് വിലയിരുത്തി. ഭക്ഷണത്തിന് ശേഷം കോർബറ്റ് അല്പനേരം പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ ക്യാമ്പ് ബെഡ് ഇട്ടതിന് ശേഷം അതിൽ ഇരുന്നു. ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയെപ്പറ്റി അയാൾ ചിന്തിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ തോക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ റാന്തൽ വിളക്കും അദ്ദേഹത്തിന്റെ അരികിൽ കൊളുത്തി വെച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന ആൾക്കാരിൽ നിന്നും അറിഞ്ഞ വിവരമനുസരിച്ച് ഏറ്റവും അവസാനം നരഭോജി ആക്രമിച്ചിരിക്കുന്നത് ഒരു യുവാവിനെയാണ്. അത് ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ഇന്ന് 6-ാം തീയതിയായിരിക്കുന്നു. അതായത് സംഭവം നടന്ന് ഇപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഒരുപക്ഷെ നരഭോജി ഇതിനുള്ളിൽ തന്നെ തന്റെ ഇരയെ ഭക്ഷിച്ച് തീർത്തിരിക്കാം. ഇന്ന് തന്നെ തല്ലാദേശിൽ എത്തേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ഇന്നേ ദിവസത്തെ ആ മലകയറ്റം എല്ലാവരെയും വളരെയധികം ക്ഷീണിപ്പിച്ചു. അതുകൊണ്ടാണ് തല്ലാദേശിൽ എത്തിച്ചേരാൻ 1 ദിവസം കൂടി വൈകിപ്പിച്ചത്. 1 ദിവസം വൈകിയത് കൊണ്ട് തന്നെ തങ്ങൾ എത്തിച്ചേരുമ്പോഴേക്കും തന്റെ ഇരയെ ആ നരഭോജി ഭക്ഷിച്ച് തീർത്തിരിക്കാം എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അവിടെയുള്ള ഗ്രാമവാസികൾ കടുവയെ തുരത്താൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രദേശത്ത് തന്നെ ആ കടുവ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കണക്കുകൂട്ടി. അതേസമയം തന്നെ കോർബറ്റ് മറ്റൊരു കാര്യത്തിലും ചിന്താവിഷയത്തിലായിരുന്നു. അത് കുമാവു പ്രവിശ്യയിലെ ഈ ഭാഗം അദ്ദേഹത്തിന് അത്ര പരിചിതമായ സ്ഥലമായിരുന്നില്ല എന്നതാണ്. അത് അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയാകുമെന്ന തോന്നലും ഉണ്ടാക്കി. അവിടെ നിർദാക്ഷിണ്യം മനുഷ്യരെ ഭക്ഷിച്ച് ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ കടുവ കഴിഞ്ഞ 8 വർഷമായി അതേ ഭാഗത്ത് വിഹരിക്കുന്ന കടുവയാണ്. ഇന്നത്തെ ദിവസം വരെ ആ കടുവ 150 മനുഷ്യരുടെ ജീവനുകൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അറിയാൻ കഴിഞ്ഞ വിവരങ്ങളിൽ നിന്നും ഒരു വലിയ പ്രവിശ്യയിലാണ് ഈ കടുവ തന്റെ വേട്ടകൾ നടത്തുന്നത്. ഒരു തവണയെങ്കിലും കടുവയെ സ്പോട്ട് ചെയ്യാനായാൽ അത് വലിയ കാര്യം തന്നെയായിരിക്കും. ആ കടുവയുടെ അവസാനത്തെ ആക്രമണം ആ കടുവയെ സ്പോട്ട് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ അവസരമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയാൽ ഇനിയും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാനായി ഒരു പക്ഷേ കാത്തിരിക്കേണ്ടി വരുമോ എന്ന ചിന്ത അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. എന്തായാലും ഇതുവരെ ആ കടുവ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചു. അതിരാവിലെ സൂര്യവെളിച്ചം വീഴുന്നതിന് മുൻപ് ഒരു റാന്തലുമായി അദ്ദേഹത്തെ വന്ന് വിളിച്ചത് ഗംഗാറാമായിരുന്നു. പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ അദ്ദേഹം ഗ്രാമത്തിന് സമീപത്തുണ്ടായിരുന്ന കുളത്തിൽ കുളിച്ചു വന്നു. തന്റെ 275 റിഗ്ബി മൗസർ റൈഫിൾ എടുത്ത് വൃത്തിയായി തുടച്ചതിന് ശേഷം അതിൽ ബുള്ളറ്റുകൾ നിറയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും അങ്ങ് ദൂരെ കാണുന്ന നേപ്പാൾ മലനിരകളിൽ സൂര്യൻ ഉദിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമം നരഭോജിയുടെ ആക്രമണത്താൽ തന്നെ മറ്റു ഗ്രാമങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയുടെ ഏറ്റവും അവസാനത്തെ ആക്രമണത്തെപ്പറ്റി ആ ഗ്രാമത്തിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നില്ല. മുന്നോട്ടുള്ള യാത്രയിൽ ഇനി എപ്പോഴാണ് വിശ്രമിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ അവസരം ലഭിക്കുക എന്നത് കോർബറ്റിനറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വയറു നിറയെ ഭക്ഷണം കഴിച്ച് യാത്ര തുടങ്ങാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ അവിടെ നിന്നും യാത്ര ആരംഭിച്ചു. ഏറ്റവും മുന്നിൽ നടന്നത് കോർബറ്റ് തന്നെയായിരുന്നു. എല്ലാവരും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തി പതുക്കെ മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ക്ഷീണിതരായി വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ ഏതെങ്കിലും തുറസായ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്ക് നിർദ്ദേശവും നൽകി. മലമുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തങ്ങൾ കഴിഞ്ഞ ദിവസം കടന്നു വന്ന ആ മലയും താഴ്വരയും നദിയും ഒക്കെ കോർബറ്റ് ഒരു നിമിഷം നോക്കി നിന്നു. ശേഷം വീണ്ടും അദ്ദേഹം മുന്നോട്ട് യാത്ര തുടർന്നു. അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ വഴി ചെന്ന് ചേർന്നത് ഒരു വലിയ വനാതിർത്തിയിലുള്ള 6 അടി വീതിയെങ്കിലുമുള്ള ഒരു പാതയിലേക്കാണ്. ഈ പാതയിലേക്ക് ചെന്ന് കയറുമ്പോൾ കോർബറ്റിന് ഇനി ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന കൃത്യമായ അറിവില്ലായിരുന്നു. അവിടെ അടുത്തെങ്ങാനും മനുഷ്യരോ ഗ്രാമങ്ങളോ ഉള്ളതിന്റെ ഒരു ലക്ഷണവും അദ്ദേഹം കണ്ടതുമില്ല. ഒടുവിൽ ഏത് ദിശയിൽ നിന്നാണോ ശാരദാ നദി ഒഴുകി വന്നത് ആ ദിശയിലേക്കുള്ള വഴിയിൽ തന്നെ നീങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിമനോഹരമായ ഒരു വനപ്രദേശം തന്നെയായിരുന്നു അത്. വനത്തിലൂടെ അതിന്റെ ഭംഗി ആസ്വദിച്ച് നടക്കുന്നത് ആർക്കും ആനന്ദം നൽകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതേ വനത്തിൽ ഒരു നരഭോജി ഉണ്ടെന്നറിഞ്ഞാൽ
ആ വനത്തിന്റെ ഭംഗിയെല്ലാം ഭയത്തിലേക്ക് വഴിമാറും. മുന്നിൽ ഒരു അപകടം ഉണ്ട് എന്നുള്ള തോന്നൽ മനുഷ്യർക്ക് ഒരിക്കലും സന്തോഷം നൽകാറില്ല. മറിച്ച് മുന്നിലെ അപകടം മനുഷ്യന്റെ ഓരോ ഇന്ദ്രിയങ്ങളെയും അതിന്റെ 2 മടങ്ങ് തീവ്രതയിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ഈ സമയത്ത് വനത്തിൽ നിന്നും കേൾക്കുന്ന ഓരോ ശബ്ദവും അവർ ശ്രദ്ധയോടെ വീക്ഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. ഇത്രയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ മുന്നിലുള്ള അപകടത്തെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന്റെ ആനന്ദം ഒരു അനുഭൂതി തന്നെയാണെന്ന് കോർബറ്റ് കരുതി. വനത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ ശബ്ദവും ഭയപ്പെടുത്തിയിരുന്ന ഒരു കാലം കോർബറ്റിനും ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളായി തുടർന്നു വരുന്ന വേട്ടയും വനത്തിലൂടെയുള്ള യാത്രയും ഒക്കെ അദ്ദേഹത്തെ കൂടുതൽ ശക്തനും പ്രാപ്തനുമാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. എവിടെ എപ്പോൾ അപകടത്തെ തിരിച്ചറിയണമെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കാലത്ത് തന്റെ തോക്കിൽ നിന്ന് മുതിരുന്ന ബുള്ളറ്റുകൾ എവിടെയാണ് പതിക്കുന്നത് എന്ന ഒരു തിട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ഇടത്ത് ബുള്ളറ്റിനെ എത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൽ കൂടുതൽ ആത്മവിശ്വാസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴി അവർ തേടിപ്പോകുന്ന അതേ നരഭോജി കടുവയുടെ വഴി തന്നെയായിരുന്നു. പക്ഷേ ആ വഴിയിൽ ആ കടുവയെ കൂടാതെ മറ്റൊരുപാട് ജീവികളും കടന്നുപോയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങളാൽ സമ്പുഷ്ടമായ ആ വനപ്രദേശത്തുള്ള ഈ ചെറിയ പാതയിൽ കടുവയുടെ കാൽപ്പാടുകൾ പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ എങ്കിലും വഴിയരികിലുള്ള പല മരങ്ങളിലും കടുവയുടെ നഖത്തിന്റെ പാടുകൾ കോർബറ്റിന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവയൊന്നും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയ അടയാളങ്ങളല്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. വന്യമൃഗങ്ങൾ മാത്രമല്ല, മനോഹരമായ പക്ഷികളും ശലഭങ്ങളും ഒക്കെ അവർ പോകുന്ന വഴിയിൽ അവർക്ക് കാണാൻ സാധിച്ചു. അവിടെ കണ്ട വെളുത്ത ഓർക്കിഡിന്റെ പൂക്കൾ കോർബറ്റിനെ കൂടുതൽ ആകർഷിച്ചു. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. 2 മണിക്കൂറിലധികം അവർ എവിടെയും നിൽക്കാതെ വിശ്രമിക്കാതെ യാത്ര നടത്തി. കാട് അവസാനിക്കുന്ന ഇടത്ത് പച്ചപ്പുല്ലുകൊണ്ട് മൂടിയിട്ടെന്ന പോലെ ഒരു വലിയ പ്രദേശത്തേക്കാണ് അവർ ചെന്ന് കയറിയത്. അവിടെ നിന്നും കുറച്ചകലെയായി ഒരു ഗ്രാമവും അവർക്ക് കാണാൻ സാധിച്ചു. പരന്ന പ്രദേശവും സ്ഥലവുമായതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു വന്ന കോർബറ്റിനെയും സംഘത്തെയും ആ ഗ്രാമത്തിലുള്ളവർക്ക് ദൂരെ നിന്നേ കാണാൻ സാധിക്കുമായിരുന്നു. കോർബറ്റും സംഘവും ഗ്രാമത്തിനടുത്തേക്ക് എത്തും തോറും അവർ കണ്ടത് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരും പുറത്തേക്ക് വന്ന് അവരെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആദ്യത്തെ വെള്ളക്കാരനായിരുന്നു ജിം കോർബറ്റ്. അവരാൽ കഴിയുന്ന രീതിയിൽ മനോഹരമാക്കിയ ഒരു ഇരിപ്പിടം കോർബറ്റിന് വേണ്ടി അവർ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അതിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന് കുടിക്കുന്നതിനായി ഒരു പിച്ചള പാത്രത്തിൽ പാലും വെച്ചിരുന്നു. അവിടേക്ക് അദ്ദേഹം വന്നിരുന്നപ്പോഴേക്കും ഒരു സ്ത്രീ ആ പാൽപാത്രം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. കുമാവു പ്രവിശ്യയിലെ വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ കാരണം അവരുടെ ഭാഷ നല്ലതുപോലെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹവും കൂട്ടരും അവിടേക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ വന്നിരിക്കുന്നത് ആ നരഭോജി കടുവയെ വേട്ടയാടാനാണെന്ന് അവർ ഉറപ്പിച്ചിരിക്കണം. പക്ഷേ അതിനേക്കാളും അവരെ അത്ഭുതപ്പെടുത്തിയത് നരഭോജി വിഹരിക്കുന്ന ഈ കാട്ടിലൂടെ ഇത്ര രാവിലെ തന്നെ കോർബറ്റും കൂട്ടരും അവിടേക്ക് കാൽനടയായി എങ്ങനെ എത്തി എന്നതാണ്. കോർബറ്റിനും സംഘത്തിനും തങ്ങാനായി ഡെപ്യൂട്ടി കമ്മീഷണറായ ബിൽ ബെയിംസ് തയ്യാറാക്കിയ ബംഗ്ലാവ് അവിടെ നിന്നും 30 മൈലുകൾ ദൂരെയാണ് ഉണ്ടായിരുന്നത്. ഈ ഗ്രാമവാസികളുമായി സംസാരിച്ച കോർബറ്റ് ആ ഗ്രാമത്തിന്റെ പേര് തമാലി എന്നാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല വർഷങ്ങളായി ഒരു നരഭോജി കടുവയുടെ ആക്രമണത്തിൽ ഈ ഗ്രാമത്തിലെ പലരുടെയും ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ ഗ്രാമത്തിലെ ചിലരുടെ അഭിപ്രായത്തിൽ ഈ നരഭോജിയുടെ ആക്രമണം കഴിഞ്ഞ 8 വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്നതായിരുന്നു. അതേസമയം മറ്റു ചിലരുടെ കണക്കിൽ അത് 10 വർഷമായിരുന്നു. പക്ഷേ അവസാനമായി ആ കടുവ ആ ഗ്രാമത്തിലേക്ക് വന്നത് 1 മാസം മുൻപായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 20-ാം തീയതി. അദ്ദേഹവുമായി സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന കുന്ദൻ എന്ന ഒരു യുവാവിന്റെ അമ്മയെയാണ് അന്ന് കടുവ ഇരയാക്കിയത്. ഗ്രാമത്തിന്റെ കുറച്ചു ദൂരെയായി വയലിൽ മറ്റു സ്ത്രീകളുമായി ജോലി ചെയ്യുകയായിരുന്നു കുന്ദന്റെ അമ്മ. അപ്രതീക്ഷിതമായി ആ കടുവ അവർക്കിടയിലേക്ക് ചാടി വീഴുകയായിരുന്നു. ശേഷം ക്ഷണനേരം കൊണ്ട് ആ സ്ത്രീയെ കടിച്ചെടുത്ത കടുവ കാട്ടിലേക്ക് അപ്രത്യക്ഷനായി. ആ കടുവ ഒരു ആൺകടുവയാണോ പെൺകടുവയാണോ എന്നൊന്നും ആ ഗ്രാമത്തിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ അറിയില്ലായിരുന്നു. പക്ഷേ ആ നരഭോജി കടുവയുടെ ഭയം കാരണം ഗ്രാമവാസികൾ കൃഷിയിടങ്ങളിൽ പോലും പോകാതെയായി. മാത്രമല്ല അവരിൽ ആരും തന്നെ ഗ്രാമങ്ങളിൽ നിന്നും മറ്റ് ഗ്രാമങ്ങളിലേക്കോ ആവശ്യ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ടണക്പൂരിലേക്കോ പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന തമാലി ഗ്രാമത്തിൽ ഇടയ്ക്കിടെ ആ നരഭോജി വന്നു പോകും എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ കോർബറ്റിനോട് തമാലി ഗ്രാമത്തിൽ തന്നെ തങ്ങാൻ അപേക്ഷിച്ചു. ആ നരഭോജി കടുവയെ വേട്ടയാടാൻ തല്ലാദേശിലുള്ള മറ്റേതൊരു ഗ്രാമത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുക ഈ തമാലി ഗ്രാമത്തിലായിരിക്കുമെന്ന് കോർബറ്റിന് ഉറപ്പുണ്ടായിരുന്നു. തന്നിൽ ഇത്രയധികം വിശ്വാസമർപ്പിക്കുന്ന ഒരു ജനതയെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ആ നരഭോജി തന്റെ വേട്ട നടത്തിയ ഇടത്തേക്ക് പോവുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് കോർബറ്റിന് വ്യക്തമായി അറിയാം. അവിടെ കൂടി നിന്ന 50 പേരിലധികം വരുന്ന ഗ്രാമവാസികളെ അക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു.
മുന്നോട്ടുള്ള യാത്ര പക്ഷേ കോർബറ്റ് ഒറ്റയ്ക്കാണ് നടത്തിയത്. തമാലി ഗ്രാമത്തിലേക്ക് നരഭോജി എത്താനുള്ള സാധ്യത മനസ്സിലാക്കിയ കോർബറ്റ് മറ്റുള്ളവരെ അവിടെ ഒരു ദിവസം തങ്ങിയതിനു ശേഷം വരാനായി പറഞ്ഞു. താൻ തിരികെ വരും എന്ന ഉറപ്പ് ഗ്രാമവാസികൾക്ക് നൽകിയതിനു ശേഷമാണ് കോർബറ്റ് ആ നരഭോജിയുടെ അവസാന വേട്ട നടന്ന ഇടത്തേക്ക് യാത്ര തുടർന്നത്. പോകുന്ന വഴിയിൽ അദ്ദേഹം താൻ പോകുന്ന ദിശ തന്റെ പിന്നാലെ വരുന്ന തന്റെ കൂട്ടർക്ക് മനസ്സിലാക്കാൻ അടയാളങ്ങൾ വെച്ചതിന് ശേഷമാണ് മുന്നോട്ട് നീങ്ങിയത്. എങ്ങോട്ടാണോ തിരിയുന്നത് അവിടെ മരത്തിന്റെ ശിഖരം ഒടിച്ചു വെച്ചു. ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ദിശയിലേക്ക് ആ മരച്ചില്ലകളുടെ തലപ്പ് നീട്ടിവെച്ചതിന് ശേഷം അതിൽ ഒരു വലിയ കല്ലും എടുത്തു വെച്ചു. ഇങ്ങനെ അടയാളങ്ങൾ വെക്കുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നില്ല എങ്കിലും അവരത് മനസ്സിലാക്കുമെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ആ വനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ അദ്ദേഹം മറന്നില്ല. അങ്ങ് ദൂരെ കാണുന്ന മഞ്ഞുമൂടിയ പർവ്വതനിരകളും ഇടതൂർന്നു നിൽക്കുന്ന ഓക്ക് മരങ്ങളും ആ വനത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. 6 മൈലുകൾ തുടർച്ചയായി നടന്ന അദ്ദേഹം ചെന്നെത്തിയത് വളരെ തെളിഞ്ഞ വെള്ളമൊഴുകുന്ന ഒരു കാട്ടരുവിക്ക് മുന്നിലാണ്. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു ആ അരുവിയിൽ ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ആയാസത്തോടെ ചാടിക്കടക്കാൻ തക്ക വീതി മാത്രമേ ആ അരുവിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അരുവിയിലെ വെള്ളത്തിൽ നടുക്കായി ഉയർന്നു നിന്ന ഒരു കല്ലിൽ ചവിട്ടി അപ്പുറത്തേക്ക് ചാടി. അപ്പോഴാണ് ദൂരെ നിന്ന് 2 പെൺകുട്ടികൾ അവിടേക്ക് വെള്ളമെടുക്കാനായി കുടവുമായി വരുന്നത് അദ്ദേഹം കണ്ടത്. കയ്യിൽ ഒരു തോക്കുമായി അരുവി ചാടിക്കടന്നു വരുന്ന ആളെ കണ്ടതോടെ കുട്ടികൾ പിന്നോട്ട് തിരിഞ്ഞ് ഗ്രാമവാസികളോട് ഉറക്കെ പറഞ്ഞു, സാബ് വന്നു, സാബ് വന്നിരിക്കുന്നു. ഈ ശബ്ദം കേട്ടവർ ആവർത്തിച്ചു. അതൊരു കൂട്ടം ജനങ്ങളിലേക്ക് പടർന്നു. ഉടനെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടക്കം എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. നരഭോജി കടുവയെ വേട്ടയാടുന്നതിനായി ജിം കോർബറ്റ് എന്നയാൾ വരുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറായ ബിൽ ബെംസ് അവരെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് കണ്ട മാത്രയിൽ അവർ ആളെ തിരിച്ചറിഞ്ഞത്. കോർബറ്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമത്തിന്റെ പേര് തല്ലാക്കോട്ട് എന്നായിരുന്നു. അവിടെ ഒത്തുകൂടിയവർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം തന്നെയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് കഴിക്കാൻ ആഹാരവും ജലവും ഒക്കെ നൽകി. അവിടുത്തെ ഗ്രാമവാസികൾക്ക് അദ്ദേഹം ഇതുവരെ അറിയാത്ത ഒരു സംഭവം കൂടി പറയാനുണ്ടായിരുന്നു. ഏപ്രിൽ 4-ന്, അതായത് ടണക്പൂരിൽ കോർബറ്റ് ട്രെയിൻ ഇറങ്ങിയ ദിവസം, അതേ ദിവസം തന്നെ ഈ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ ആ നരഭോജി കടുവ തന്റെ ഇരയാക്കിയിരിക്കുന്നു. ഡെപ്യൂട്ടി കമ്മീഷണറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അന്നേ ദിവസം ഈ സ്ത്രീയെ അന്വേഷിച്ച് ആരും പോയിരുന്നില്ല. പക്ഷേ കോർബറ്റ് അവിടേക്ക് വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കുറച്ച് ഗ്രാമവാസികൾ ഒത്തുകൂടി ആ സ്ത്രീയെ അന്വേഷിച്ച് പോയിരുന്നു. ആ സ്ത്രീയുടെ ശരീരഭാഗം കണ്ടെത്താനായാൽ അവിടെ മച്ചാൻ പണിത് കടുവയെ വേട്ടയാടുന്നതിനായി കോർബറ്റിനെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പോയ കാര്യം ഗ്രാമമുഖ്യൻ കോർബറ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്നും അതേ സംഘം വരുന്നത് അവർ കണ്ടത്. ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ആ സംഘം നിരാശരായിരുന്നു. അവർ അവരാൽ കഴിയുന്ന വിധം കടുവ ആ സ്ത്രീയെ ആക്രമിച്ച ഇടം മുഴുവൻ അരിച്ചു പറക്കി. എന്നിട്ടും ആ സ്ത്രീയുടെ പല്ലുകളോടുകൂടിയ താടിയെല്ലിന്റെ ഒരു ഭാഗം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ വസ്ത്രങ്ങളുടെ ഒരു ഭാഗം പോലും അവർക്ക് ലഭിച്ചില്ല. എല്ലാം കേട്ടതിന് ശേഷം കോർബറ്റ് അവരോട് ചോദിച്ചത് ഈ സംഭവം, അതായത് സ്ത്രീയെ കടുവ ആക്രമിച്ചത് എവിടെ വെച്ചാണ് എന്നായിരുന്നു. ഈ ചോദ്യം കേട്ടതും അന്വേഷിച്ചു പോയവരുടെ കൂട്ടത്തിൽ നിന്നും 17 വയസ്സുള്ള ഒരു പയ്യൻ മുന്നോട്ട് വന്നു. തന്റെ ഒപ്പം വരാമെങ്കിൽ എവിടെ വെച്ചാണ് തന്റെ അമ്മയെ ആ കടുവ ആക്രമിച്ചതെന്ന് കാട്ടിക്കൊടുക്കാം എന്നാണ് അവൻ പറഞ്ഞത്. അത്രയും പറഞ്ഞ് അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പിന്നാലെ കോർബറ്റും ഗ്രാമവാസികളും. ഗ്രാമത്തിന്റെ മറുതലയ്ക്കൽ ഒരു ചെറിയ അരുവിക്കടുത്തുള്ള പുൽമേടിലേക്കാണ് അവൻ കോർബറ്റിനെ നയിച്ചത്. ഈ അരുവി ചെന്ന് ചേരുന്നത് ശാരദാ നദിയിലേക്കായിരുന്നു. അവിടെ കുറച്ചു ദൂരെയായി നദിയുടെ അരികിലെ ഒരു പുൽമേട് അവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ എൻ്റെ അമ്മ ഗ്രാമത്തിലെ മറ്റു ചില സ്ത്രീകളുമായി പുല്ല് വെട്ടുകയായിരുന്നു. അപ്പോഴാണ് കടുവ അപ്രതീക്ഷിതമായി അവിടേക്ക് ചാടി വീഴുകയും തൻ്റെ അമ്മയെ ആക്രമിക്കുകയും കഴുത്തിൽ കടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തതെന്ന് അവൻ നനഞ്ഞ കണ്ണുകളോടുകൂടി പറഞ്ഞു. ശേഷം കുറച്ചു ദൂരെയായി ഒരു ഓക്ക് മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അവിടേക്കാണ് തൻ്റെ അമ്മയെയും കടിച്ചെടുത്ത് ആ കടുവ മറഞ്ഞത് എന്ന്. അവിടെ തന്നെയായിരുന്നു അവർക്ക് ആ സ്ത്രീയുടെ എല്ലിൻ കഷ്ണം ലഭിച്ചതും. അന്നേ ദിവസം രാവിലെ തന്നെ ഈ പ്രദേശത്ത് നരഭോജി കടുവയെ ഗ്രാമവാസികളിൽ ചിലർ കണ്ടിരുന്നു. ആ സ്ഥലം ശ്രദ്ധയോടെ വീക്ഷിച്ച കോർബറ്റിന് അവിടെയുള്ള കുരങ്ങന്മാരുടെ ശബ്ദം കേട്ടപ്പോൾ ആ നരഭോജി കടുവ അതേ പരിസരത്ത് കുറച്ചു മുമ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി. ഈ ആളുകൾ ഈ യുവതിയെ തിരഞ്ഞു വന്നപ്പോൾ കേട്ട ബഹളം കാരണം ആ കടുവ എങ്ങോട്ടോ മറഞ്ഞിരിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ തന്റെ മുന്നിലെ ആ പ്രദേശത്തിന്റെ ഒരു ഊഹചിത്രം അദ്ദേഹം മനസ്സിൽ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അയാൾ കോർബറ്റിനെ കാണാനാണ് വന്നത്. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇരയായി ഉപയോഗിക്കാൻ തയ്യാറാക്കിയ 2 പോത്തുകൾ താൻ ചെമ്പാവത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടെന്നും അതിനെ തല്ലാദേശ് ഗ്രാമത്തിൽ, അതായത് ഏപ്രിൽ 4-ന് ആക്രമിക്കപ്പെട്ട ആ ചെറുപ്പക്കാരനെ ആക്രമിച്ച അതേ ഇടത്ത് കെട്ടിയിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ കടുവ ആക്രമിച്ച സ്ത്രീയുടെ ശരീരം മുഴുവനും കടുവ ഭക്ഷിച്ചപ്പോൾ
തല്ലാദേശിൽ ആക്രമിച്ച യുവാവിനെ കടുവയ്ക്ക് ഭക്ഷണമാക്കാൻ സാധിച്ചില്ല. ഓടിക്കൂടിയ ഗ്രാമവാസികൾ കല്ലും കമ്പുമൊക്കെ കൊണ്ടും ഉറക്കെ ശബ്ദമുണ്ടാക്കിയും അതിനെ ഓടിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ യുവാവിന്റെ ശവസംസ്കാരം നടത്താനുള്ള അനുമതി ഗ്രാമവാസികൾക്ക് നൽകുകയും ചെയ്തു. തമാലി ഗ്രാമത്തിൽ നിന്നും തന്റെ ആളുകൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നത് അദ്ദേഹം ഓർത്തു. ഏതായാലും തനിക്ക് വേണ്ടി കടുവ തന്റെ ഇരയെ ഭക്ഷിച്ച അതേ ഇടത്ത് ഒരു ടെന്റ് സ്ഥാപിക്കാൻ കോർബറ്റ് ഗ്രാമമുഖ്യനോട് പറഞ്ഞു. കാരണം കടുവയുടെ കാലടയാളവും മറ്റും അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കോർബറ്റിന് അറിയാം. മാത്രമല്ല, ഈ നരഭോജി കടുവ ആണാണോ പെണ്ണാണോ, അതിന്റെ പ്രായം എന്ത്, ഇതൊക്കെ കണക്കാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കുമാവു പ്രവിശ്യയുടെ ഈ ഭാഗം കോർബറ്റിന് അത്ര പരിചിതമായ ഇടമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിനൊപ്പം മരണപ്പെട്ട സ്ത്രീയുടെ മകൻ തയ്യാറായി. അവന്റെ പേര് ഡുംഗർ സിംഗ് എന്നായിരുന്നു. വർഷങ്ങളായി ഡുംഗർ സിംഗ് ഈ നരഭോജി കടുവയുടെ ഭയത്തോടുകൂടി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ അതേ നരഭോജി തന്നെ തന്റെ അമ്മയെ ആക്രമിക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. എങ്കിലും അപ്പോഴും അവൻ കോർബറ്റിന്റെ ഒപ്പം പോകാൻ തയ്യാറായി, അതും ആ നരഭോജി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള ഇടത്തേക്ക്. ഒടുവിൽ ഇരുവരും കടുവ തന്റെ ഇരയെ ഭക്ഷിച്ച ഇടത്തേക്ക് നീങ്ങുന്നു. അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ ഡുംഗർ സിംഗിനോട് കോർബറ്റ് 1-2 കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് കേൾവിശക്തി അല്പം കുറവാണെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്തു വന്ന് വലത്തേ ചെവിയിൽ പതുക്കെ പറയണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഡുംഗർ സിംഗ് അതൊക്കെ താൻ ഏറ്റു എന്ന മട്ടിൽ തലയാട്ടി കാണിച്ചു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ മുന്നിൽ സഞ്ചരിച്ച ഡുംഗർ സിംഗ് ഒന്നു നിന്നു. ശേഷം കോർബറ്റിന്റെ പിന്നിലേക്ക് നോക്കി. കോർബറ്റും അതേ ദിശയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. ഗ്രാമത്തിലെ തന്നെ ഒരു പ്രമുഖൻ തന്റെ സഹായിക്കൊപ്പം തോക്കും പിടിച്ച് അവരുടെ പിന്നാലെ വരികയാണ്. എന്തെങ്കിലും ഉപയോഗപ്രദമായ സൂചന നൽകാനാണ് അവർ വരുന്നതെന്ന് കോർബറ്റിന് തോന്നി. പക്ഷേ അയാളും സഹായിയും കോർബറ്റിന്റെ ഒപ്പം സംഭവസ്ഥലത്തേക്ക് പോകാനാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായി. ഒരു താല്പര്യവും ഇല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹത്തിന് അവരെ കൂടെ കൂട്ടേണ്ടി വന്നു. കൂടെ ഉണ്ടായിരുന്ന സഹായി വലിയ തുകലിന്റെ കട്ടിയുള്ള ബൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ശബ്ദമുണ്ടാക്കുകയും കടുവയുടെ കാൽപ്പാടുകൾ ഇല്ലാതാക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവർ സാവധാനം മുന്നോട്ട് നീങ്ങി. മുന്നിലെ പുല്ല് നിറഞ്ഞ തുറസായ ഇടത്തെത്തിയ ഡുംഗർ സിംഗ് താഴേക്ക് നീങ്ങുന്ന കാട്ടുവഴി ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അതിന് താഴെയാണ് എൻ്റെ അമ്മയെ ആ കടുവ കൊണ്ടുപോയി ഭക്ഷിച്ചത് എന്ന്. കൂടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളെയും ഡുംഗർ സിംഗിനെയും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതിന് ശേഷം കോർബറ്റ് താഴേക്ക് നീങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞ ഡുംഗർ സിംഗ് പിന്നിലേക്ക് തിരിഞ്ഞ് ഗ്രാമവാസികൾ കൂടി നിൽക്കുന്ന ഇടത്തേക്ക് നോക്കി ചുണ്ടിൽ കൈവച്ച് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. ശേഷം ചെവിയിൽ കൈവച്ച് ദൂരേക്ക് എന്തോ കേൾക്കുന്നത് പോലെ നിന്നു. എന്തൊക്കെയോ മനസ്സിലായി എന്ന മട്ടിൽ ഡുംഗർ സിംഗ് ഇടയ്ക്കിടെ തലയാട്ടുന്നുമുണ്ട്. ദൂരെ ഗ്രാമത്തിന്റെ മറുതലയ്ക്കൽ ഒരു യുവാവ് നിന്ന് കൈകളുയർത്തി എന്തോ പറയുന്നത് അപ്പോഴാണ് കോർബറ്റ് കാണുന്നത്. അയാൾക്ക് അവിടെ നിന്നാൽ താഴെയുള്ളത് എന്താണെന്ന് കൃത്യമായി കാണാൻ സാധിക്കും. പക്ഷേ അയാൾ എന്താണ് വിളിച്ച് പറയുന്നതെന്ന് കോർബറ്റിനെ കേൾക്കാൻ സാധിക്കുന്നില്ല. അത് കേട്ട ഡുംഗർ സിംഗ് എന്താണ് വന്ന് പറയാൻ പോകുന്നതെന്ന് അദ്ദേഹം കാത്തുനിന്നു. ഡുംഗർ സിംഗ് കോർബറ്റിന്റെ അരികിലെത്തി. വലത്തെ ചെവിയിൽ കാര്യം പറഞ്ഞു. താഴെ ചുവന്ന എന്തോ ഒന്ന് തന്റെ സഹോദരൻ കണ്ടു എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. അതൊരു പക്ഷേ ഉണങ്ങിയ ഇലകളാകാം, അല്ലെങ്കിൽ ഒരു വലിയ മാനാകാം, അതുമല്ലെങ്കിൽ അത് ആ നരഭോജി കടുവയാകാനും സാധ്യതയുണ്ട്. ഇതായിരുന്നു അവൻ പറഞ്ഞത്. ഒരു പക്ഷേ അത് നരഭോജിയാണെങ്കിൽ ഈ അവസരം പാഴാക്കാൻ കോർബറ്റ് തയ്യാറായിരുന്നില്ല. ഏതായാലും താഴേക്ക് പോകാതെ അതെന്താണെന്ന് പറയാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കോർബറ്റ് തന്റെ പിന്നാലെ കൂടിയ ആ 2 ഗ്രാമവാസികളുടെയും അടുത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ പോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ വാങ്ങി അതിലുണ്ടായിരുന്ന തിരകൾ കോർബറ്റ് ഇളക്കിയെടുത്തു. മാത്രമല്ല അവരുടെ പോക്കറ്റിൽ വേറെ തിരകളൊന്നും തന്നെ ഇല്ലെന്നും അദ്ദേഹം ഉറപ്പുവരുത്തി. ശേഷം തോക്കുകൾ ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഇരുവരോടും അടുത്ത് കണ്ട ഒരു മരത്തിൽ കയറി സുരക്ഷിതമായി ഇരിക്കാൻ പറഞ്ഞു. ഇരുവരും കേട്ട പാതി കേൾക്കാത്ത പാതി ആ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിന് മുകളിൽ കയറി ഇരിപ്പുറപ്പിച്ച അവരോട് ഒരു കാരണവശാലും ശബ്ദമുണ്ടാക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയ കോർബറ്റ് താഴേക്ക്, അതായത് ആ നരഭോജി കടുവ തന്റെ ഇരയായ സ്ത്രീയെ ഭക്ഷിച്ചതിന് ശേഷം മയങ്ങുന്ന ഇടത്തേക്ക് പതുക്കെ നീങ്ങി.